സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, അത് പോലീസ് ആയിക്കൊള്ളട്ടെ, ജഡ്ജി ആയിക്കൊള്ളട്ടെ, ഡോക്ടറോ എഞ്ചിനീയറോ ആയിക്കൊള്ളട്ടെ, അവർ അവരുടെ ഉദ്യോഗ കാലാവധിക്ക് ശേഷം, അതായത് വിരമിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുക്കുക എന്നുള്ളതും വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എംപിയോ എംഎൽഎയോ ആവുക എന്നുള്ളതുമൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായി കഴിഞ്ഞു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ബി.ജെ.പി. സർക്കാർ, അതായത് മോദിയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷമാണ് ഈ ഒരു രീതി സ്വാഭാവികമായി മാറിയത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന വ്യക്തിയൊക്കെ പാർലമെന്റിൽ എത്തിയതൊക്കെ നമ്മൾ കണ്ടു. ഇക്കൂട്ടത്തിൽ മലയാളികളുടെ ഇടയിൽ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമായിരുന്നു കേരളത്തിലെ മുൻ DGP TP സെൻകുമാർ ബി.ജെ.പിയിൽ ചേർന്നത്. സംസ്ഥാന സർക്കാരുമായി നിരന്തരം കലഹത്തിലേർപ്പെട്ടിരുന്ന TP സെൻകുമാർ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച ശേഷം ബി.ജെ.പിയിൽ ചേരുകയും ഇപ്പോഴും ബി.ജെ.പിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. സെൻകുമാർ പദവിയിൽ ഇരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നത് CPM അനുഭാവികളുടെ ഇടയിൽ നിന്നായിരുന്നു. പുള്ളിക്കാരൻ ബി.ജെ.പിയിൽ ചേർന്ന ശേഷം കോൺഗ്രസ് അനുഭാവികളും അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തി. ഇക്കൂട്ടത്തിൽ CPMനും വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. കാരണം പക്കാ സംഖ്യയായിരുന്ന ഒരു വ്യക്തിയെയാണല്ലോ ഇത്രയും നാൾ DGPയായി LDF സർക്കാർ ഉയർത്തിവച്ചിരുന്നത് എന്ന രീതിയിലായിരുന്നു വിമർശനങ്ങൾ. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അദ്ദേഹം DGPയായി മാറിയത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് എന്നുള്ളതാണ് വാസ്തവം. എന്നാലും ഇദ്ദേഹം പിന്നീട് ബി.ജെ.പിയിൽ ചേർന്നത് സംസ്ഥാനത്ത് CPM, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിച്ചിരുന്നു. നേരത്തെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന പല നടപടികളും പക്ഷാപാതമാണെന്ന് ആരോപിച്ച് ഈ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതെല്ലാം വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ സെൻകുമാർ ഒരു ബി.ജെ.പി. നേതാവാണ്. കേന്ദ്രത്തിലൊക്കെ നല്ല പിടിയുള്ള പുള്ളി. പക്ഷേ കുറച്ചു കാലമായി പുള്ളിയെ പൊതുരംഗത്തൊന്നും അങ്ങനെ കാണാനില്ല. ഈ കഴിഞ്ഞ ദിവസം പുള്ളി വീണ്ടും രംഗത്തെത്തിയിരുന്നു. മുൻപ് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശമാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത്. സംസ്ഥാന പോലീസ് സേനയുടെ ഭാഗമായ സെൻകുമാർ ഒരു പോലീസുകാരനെ കോളറിൽ കുത്തിയെടുത്ത സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. തിരുവനന്തപുരം MG കോളേജിൽ നടന്ന ആക്രമണത്തിനിടയിലാണ് അന്നത്തെ സെൻകുമാറിൻ്റെ ഇടപെടൽ. 2005 കേരളം മുഴുവൻ ശ്രദ്ധയാകർഷിച്ച ഈ സംഭവം നടന്നത്. MG കോളേജിൽ നടന്ന പോലീസും വിദ്യാർത്ഥികളുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരനെ സെൻകുമാർ കയ്യേറ്റം ചെയ്ത സംഭവം ഏറെ വിവാദമായിരുന്നു. ഒരു പോലീസുകാരനെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കയ്യേറ്റം ചെയ്യുക, സെൻകുമാറിന്റെ നടപടിക്കെതിരെ അന്ന് പോലീസ് അസോസിയേഷൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് തൻ്റെ ഡ്യൂട്ടി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ സെൻകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വച്ച് അപമാനിച്ചത്? ഇതിനുത്തരമാണ് സെൻകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ പോലീസ് ഉദ്യോഗസ്ഥനെ തനിക്ക് കയ്യേറ്റം ചെയ്യേണ്ടി വന്നത് വലിയൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടി ആയിരുന്നെന്നാണ് സെൻകുമാറിന്റെ വാദം. വിദ്യാർത്ഥികളെ മർദ്ദിക്കരുതെന്ന് IG ആയിരുന്ന തൻ്റെ ഉത്തരവുണ്ടായിട്ടും അത് പാലിക്കാത്തതാണ് പോലീസുകാരനെ തനിക്ക് പരസ്യമായി ശാസിക്കേണ്ടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതുമാത്രമല്ല, പ്രധാന കാരണം മറ്റൊന്നായിരുന്നു എന്നാണ് സെൻകുമാർ അതിനുശേഷം വ്യക്തമാക്കിയത്. ആ കുട്ടിയെ തല്ലിയതിന് മാത്രമായിരുന്നില്ല അന്ന് പോലീസുകാരനെ വഴക്കു പറഞ്ഞത്. ആ ബിൽഡിങ്ങിൻ്റെ 3ാമത്തെ നിലയിൽ കുറേ കുട്ടികൾ നിലത്തു ചാടാൻ തയ്യാറായി നിൽക്കുമായിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ 1-2 പേർ മരിക്കുകയോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള പരിക്ക് പറ്റുകയോ ചെയ്യുമായിരുന്നു. അതിലും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവിടെ പോലീസ് കയറി കുറച്ച് കുട്ടികൾ 3ാമത്തെ നിലയിൽ നിന്നും ചാടിയ സംഭവം ഉണ്ടായിരുന്നു. വളരെ ഗുരുതരമായ പരിക്ക് അന്ന് അവർക്ക് പറ്റിയിരുന്നു. നമ്മുടെ ഉത്തരവ് ലംഘിച്ച് തെറ്റായ കാര്യം ചെയ്ത ഉദ്യോഗസ്ഥനെ പിടിക്കുക മാത്രമല്ല, മറ്റു കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൂടി ചെയ്തതാണ് എന്നാണ് സെൻകുമാർ പറയുന്നത്. അന്നത്തെ കോളേജ് സംഭവം തൻ്റെ 10ാമത്തെ കോളേജ് അനുഭവമാണെന്നും ലാ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് 60% നമ്മുടെ സ്വന്തം പോലീസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണെന്നും സെൻകുമാർ വ്യക്തമാക്കുന്നുണ്ട്. 40% മാത്രമാണ് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ളതും സെൻകുമാർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സെൻകുമാർ പറയുന്ന കാര്യമാണോ അന്ന് അവിടെ സംഭവിച്ചത്? അന്ന് മാധ്യമപ്രവർത്തകർ നോക്കി നിൽക്കെ, 10,000 ടെലിവിഷനിലൂടെ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഇക്കണ്ട ജനങ്ങളുടെ മുഴുവൻ മുന്നിൽ വച്ച് അപമാനിക്കപ്പെട്ട ആ പോലീസുകാരൻ ആരാണ്? എന്താണ് അവിടെ നടന്നത്? ഇക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകുമ്പോൾ മാത്രമേ TP സെൻകുമാർ എന്ന ഇന്നത്തെ BJP നേതാവിൻ്റെ വാക്കുകളിലെ പൊള്ളത്തരം നമുക്ക് ബോധ്യമാകൂ. ഞാൻ പറഞ്ഞിട്ട് ഇവനെ അടിച്ചെങ്കിൽ now you will be under suspension. Okay, കൊണ്ടുപോ.
I don't want any officer, any policeman. നിന്റെ നമ്പർ എടുക്കും. 2028 ബൈജു. അടിക്കരുത് ഞാൻ പറഞ്ഞോ കേട്ടില്ല. പിന്നെന്താണ് നിങ്ങൾക്ക്? 2005 നവംബർ 24 തിരുവനന്തപുരത്തെ പ്രശസ്തമായ മഹാത്മാഗാന്ധി കോളേജിൽ ബിജു എന്ന ഒരു സാധാരണ പോലീസുകാരന്റെ അഭിമാനത്തിനു നേരെ അന്നത്തെ സൗത്ത് സോൺ IG TP സെൻകുമാർ തൊടുത്തുവിട്ട വാക്കുകളാണിത്. ഉടുപ്പിൽ കുത്തിയെടുത്ത് ഒരു പോലീസുകാരന്റെ അധികാരത്തിന്റെ ചിഹ്നങ്ങളായ തൊപ്പിയും നെയിം പ്ലേറ്റും തട്ടിയെറിയുമ്പോൾ തൊട്ടപ്പുറത്ത് പെരൂക്കട CI മോഹനൻ നായർ കോളേജിനുള്ളിൽ നിന്നും ABVP പ്രവർത്തകർ വലിച്ചെറിഞ്ഞ ബോംബ് പൊട്ടി കാല് തകർന്നു കിടക്കുകയായിരുന്നു. അന്ന് കുനിഞ്ഞ ശിരസുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന പോലീസുകാരന്റെ പേര് ബിജു എന്നാണ്. വർഷം ഇത്രയും കഴിഞ്ഞിട്ടും ബിജു എന്ന പോലീസുകാരനെ കേരളം മറന്നിട്ടില്ല. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ പൊതുജനങ്ങളോട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനോ അദ്ദേഹം ശ്രമിച്ചിട്ടുമില്ല. കുറച്ചുനാൾ മുൻപ് വരെ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ ബിജു. എന്തായാലും അദ്ദേഹം ഈ പഴയ കാര്യങ്ങളൊന്നും ഓർക്കാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. ABVPക്കാരെ മർദ്ദിക്കുന്നവർ പഴയ SFIക്കാരായിരിക്കുമെന്ന സ്വാഭാവിക ഊഹം പക്ഷെ ബിജുവിൻ്റെ കാര്യത്തിൽ തെറ്റും. ഒരു രാഷ്ട്രീയത്തോടും അടുപ്പമോ അകൽച്ചയോ ഇല്ലാതെ കുടുംബം നോക്കാൻ ലഭിച്ച ജോലി വൃത്തിയായി ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ബിജു. അന്ന് MG കോളേജിൽ വച്ച് നടന്ന സെൻകുമാറിൻ്റെ ഷോ മാനസികമായി തകർത്തു എങ്കിലും വർഷങ്ങൾക്കു ശേഷം അതിൽ നിന്നെല്ലാം മോചിതനായി സ്വന്തം ജോലിയിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അദ്ദേഹം. 2005 സംഭവത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സെൻകുമാർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് ബിജുവിനെക്കുറിച്ച് പെട്ടെന്ന് ഓർക്കുന്നത്. തൻ്റെ ഭാഗത്തു നിന്നും മാത്രം ചിന്തിച്ചുകൊണ്ട് താനാണ് ശരി എന്ന രീതിയിൽ നടത്തിയ ആ പരാമർശങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ആ സാധാരണ പോലീസുകാരൻ്റെ ഭാഗത്തു നിന്നുകൂടി നമ്മളൊന്ന് ചിന്തിക്കണം. ആയിരങ്ങൾക്ക് മുന്നിൽ നാണം കെട്ട അവസ്ഥയിൽ നിൽക്കുന്ന, അതും സ്വന്തം മേലധികാരി പരസ്യമായി അപമാനിച്ചതിൻ്റെ പേരിൽ ആ അവസ്ഥ എത്ര ഭീകരമാണ്. സത്യത്തിൽ എന്താണ് അന്ന് MG കോളേജിൽ സംഭവിച്ചത്? തനിക്ക് നേരിട്ട അപമാനത്തെക്കുറിച്ച് ഇതുവരെയും ബിജു ഒരു വാക്കുപോലും പുറത്തു മിണ്ടിയിട്ടില്ല. പക്ഷേ ബിജുവിൻ്റെ സഹപ്രവർത്തകർക്ക് ആ സംഭവം ഇപ്പോൾ നന്നായി ഓർമ്മയുണ്ട്. തിരുവനന്തപുരം MG കോളേജിന് മുന്നിൽ ദിവസങ്ങളായി സംഘർഷം തുടർന്നു വന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ശക്തമായ പോലീസ് സാന്നിധ്യം കോളേജിന് മുന്നിൽ നിലനിർത്തിയിരുന്നു. ഏത് നിമിഷവും വിളി വരുന്നതിനനുസരിച്ച് പുറപ്പെടാൻ തയ്യാറായി 6 പേർ അടങ്ങുന്ന ഒരു സ്ട്രൈക്കർ വാഹനവും അന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷന് മുന്നിൽ തയ്യാറാക്കി നിർത്തിയിരുന്നു. ഈ 6 പേരിൽ ഒരാളായിരുന്നു ബിജു. ഇടയ്ക്ക് എപ്പോഴോ ചായ കുടിക്കാൻ ബിജു പുറത്തുപോയ സമയത്താണ് MG കോളേജിൽ നിന്നും കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് സന്ദേശമെത്തുന്നത്. അക്രമി സംഘം കേശവദാസപുരത്ത് 6ഓളം കടകൾ അടിച്ചു തകർത്തു. കോളേജിനുള്ളിൽ മാരകായുധങ്ങളുമായി അക്രമത്തിലുള്ള പുറപ്പാടാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാണ്. എത്രയും വേഗം എത്തുക. ഇതായിരുന്നു ആ സന്ദേശം. അന്ന് സന്ദേശം എത്തിയ ഉടൻ തന്നെ ചായ കുടിക്കാൻ പോയ ബിജുവിനെ കൂടാതെ സ്ട്രൈക്കർ വാഹനം MG കോളേജിലേക്ക് പാഞ്ഞു. ചായകുടി കഴിഞ്ഞു വന്ന ബിജു പിന്നീടാണ് സംഭവം അറിയുന്നത്. തൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായതുകൊണ്ട് ബിജു മറ്റൊന്നും ചിന്തിച്ചില്ല. ഒരു ഓട്ടോ വിളിച്ച് സംഘർഷഭൂമിയായി മാറിയ MG കോളേജിൻ്റെ മുന്നിലേക്ക് ചെന്നു. MG കോളേജ് പരിസരം അപ്പോഴേക്കും ഒരു യുദ്ധഭൂമിയായി മാറിയിരുന്നു. ഓട്ടോയിൽ നിന്നിറങ്ങി സംഘർഷത്തിനിടയിലൂടെ സ്ട്രൈക്കർ വാഹനത്തിനുള്ളിലേക്ക് കയറിയ ബിജു തൻ്റെ ഹെൽമറ്റും ലാത്തിയും ധരിച്ചു. വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ ബിജു കാണുന്നത് പോലീസ് കോളേജിനുള്ളിലേക്ക് ഇരച്ചു കയറുന്ന കാഴ്ചയാണ്. കോളേജിനുള്ളിൽ നിന്നുള്ള ബോംബേറിൽ CI മോഹനൻ നായരുടെ കാൽ തകർന്ന വാർത്തയും അപ്പോഴാണ് ബിജു അറിയുന്നത്. കോളേജിനുള്ളിലേക്ക് കടന്നെത്തിയ പോലീസിന് നേരെ ശക്തമായ ആക്രമണമാണ് ABVP പ്രവർത്തകരിൽ നിന്നും ഉണ്ടായത്. യഥാർത്ഥത്തിൽ അതിൽ ഭൂരിപക്ഷം പേരും ABVP പ്രവർത്തകരല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. RSS BJP നേതൃത്വത്തിൻ്റെ മേധാവിത്വത്തിന് കീഴിൽ ഇരിക്കുന്ന ഒരു കോളേജ്. അവിടുത്തെ രാഷ്ട്രീയവും അവർക്ക് അനുകൂലമായിരുന്നു. വിദ്യാർത്ഥികളായ ABVP പ്രവർത്തകരുടെ പേരിൽ പുറത്തുനിന്നെത്തിയവർ അക്രമം നടത്തുന്ന സംഭവങ്ങളും അവിടെ സ്ഥിരം കാഴ്ചയായിരുന്നു. പെരൂക്കട CIയുടെ കാൽ ബോംബെറിഞ്ഞ് തകർത്ത അക്രമി സംഘം കോളേജിനുള്ളിലേക്ക് കയറിയപ്പോൾ പോലീസ് സംഘം പിന്നാലെ എത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ ആക്രമണമാണ് കോളേജിനുള്ളിൽ നിന്നും പോലീസ് സംഘത്തിന് നേരെ ഉണ്ടായത്. കല്ലും കുപ്പികളുമൊക്കെ പറന്നു വന്നു. ഇതിലൂടെ പോലീസിന്റെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ കോളേജിന്റെ 2ാം നിലയിൽ നിന്നും താഴേക്ക് ചാടാനുള്ള ശ്രമങ്ങളും അക്രമികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ സമയത്താണ് IG സെൻകുമാർ അപ്രതീക്ഷിതമായി സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. വിദ്യാർത്ഥികളെ മർദ്ദിക്കരുതെന്നും പോലീസ് പിന്മാറണമെന്നുമായിരുന്നു സെൻകുമാറിന്റെ ആവശ്യം. എന്നാൽ മനോജ് എബ്രഹാമിന്റെ നിർദ്ദേശം മറിച്ചായിരുന്നു. അതിനിടയിലാണ് സെൻകുമാറിന്റെ പിടി ബിജുവിന് മേൽ വീഴുന്നത്. കാത്തിരുന്നതുപോലെ അവിടെയുണ്ടായിരുന്ന ക്യാമറ കണ്ണുകൾ ആ സെൻകുമാർ ഷോ എന്ന മാടങ്കത്തരം ഒപ്പിയെടുക്കുകയും ചെയ്തു.
അന്ന് പോലീസ് നടത്തിയ റെയ്ഡിൽ ക്ലാസ് മുറികളിൽ നിന്ന് ബോംബും വടിവാളുകളും കമ്പുകളും ഉൾപ്പെടെയുള്ള നിരവധി മാരകായുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിറ്റേന്ന് മാധ്യമങ്ങളൊന്നും അതിനെപ്പറ്റിയല്ല സംസാരിച്ചത്. വിദ്യാർത്ഥികളെ മർദ്ദിക്കാൻ ശ്രമിച്ച പോലീസുകാരനെ സസ്പെൻഡ് ചെയ്ത IG-യുടെ ധീരകൃത്യത്തെക്കുറിച്ചായിരുന്നു. അന്ന് മാധ്യമങ്ങൾ നടപ്പിലാക്കിയ അജണ്ട മനഃപൂർവ്വം നിശ്ചയിക്കപ്പെട്ട ഒന്നായിരുന്നു എന്ന് തന്നെയാണ് സംഭവ സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ പഴയ പോലീസുകാരിൽ പലരും ഇന്നും കരുതുന്നത്. RSSന്റെയും ABVPയുടെയും ശക്തി കേന്ദ്രമായ കോളേജിൽ സംഘർഷത്തിന്റെ പേരിൽ IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് എത്തിയതിനെക്കുറിച്ച് ഇന്നും പലരും സംശയത്തോടെയാണ് കാണുന്നത്. കോളേജിന് നേരെയുള്ള പോലീസ് നടപടികൾ നിർത്തിവയ്പ്പിക്കുകയും അവിടെ നടക്കുന്ന റെയ്ഡിന് തടയിടുകയും ചെയ്യുക എന്ന ഉദ്ദേശമായിരുന്നു സെൻകുമാറിന് ഉണ്ടായിരുന്നതെന്നും പലർക്കും സംശയമുണ്ട്. ഇത്രയും വലിയ ഒരു വിഷയത്തെ ബിജു എന്ന പോലീസുകാരൻ്റെ സസ്പെൻഷനിലൂടെ ഒതുക്കി തീർത്ത് മാധ്യമങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാനായി എന്നുള്ളതാണ് സെൻകുമാറിൻ്റെ വരവ് മൂലം അവിടെ സംഭവിച്ചത്. സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റതിന് പിന്നാലെ MG കോളേജ് സംഭവത്തെക്കുറിച്ച് പോലീസുകാർക്കിടയിൽ നിന്ന് തന്നെ സെൻകുമാറിനോട് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അന്നത്തെ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉത്കണ്ഠയുണ്ടോ എന്ന ചോദ്യത്തിന് ആ പോലീസുകാരൻ സസ്പെൻഡ് ചെയ്യപ്പെടേണ്ടവൻ തന്നെയാണ് എന്ന വാദത്തിലാണ് സെൻകുമാർ ഉറച്ചു നിന്നത്. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം ആ സംഭവത്തെ ന്യായീകരിച്ച് വീണ്ടും സെൻകുമാർ രംഗത്തെത്തിയിരിക്കുന്നു. അവിടെയാണ് പ്രധാനമായി സംശയങ്ങൾ ഉയരുന്നത്. MG കോളേജ് കേന്ദ്രമാക്കി നടന്ന ആ ഒരു വിഷയത്തിലല്ലാതെ മറ്റെല്ലാ വിഷയങ്ങളിലും പോലീസുകാർക്കൊപ്പം നിന്ന വ്യക്തിയാണ് ഈ TP സെൻകുമാർ എന്ന് പറയുന്നയാൾ. അപ്പോൾ പിന്നെ ഈ സംഭവത്തിൽ മാത്രം സെൻകുമാറിന് എന്തുകൊണ്ട് പോലീസിനൊപ്പം നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം. MG കോളേജിൽ പ്രത്യേക അജണ്ടയോടെ തന്നെയാണ് സെൻകുമാർ ഇടപെട്ടത് എന്നുള്ള സംശയങ്ങളാണ് പലരും ഇപ്പോഴും ഉയർത്തുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ തിരുവനന്തപുരത്തെ പ്രശസ്തമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഈ സംഭവത്തിനിരയായ ബിജു. 98 ബാച്ചായി പോലീസ് സേനയിലേക്ക് കടന്നു വന്ന വ്യക്തി കൂടിയാണ് ഈ തിരുവനന്തപുരം ചിറയിൻകീഴ് സ്വദേശി. പക്ഷേ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സെൻകുമാറിനെതിരെ പരാതി നൽകുവാൻ അവസരവും അവകാശവും ഉണ്ടായിട്ടും ബിജു എന്ന പോലീസുകാരൻ അതിന് മുതിർന്നില്ല. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നീങ്ങുന്നതിൽ തികച്ചും പുതുമുഖമായ തനിക്കുള്ള പരിമിതി ഒരുപക്ഷെ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ബിജുവിൻ്റെ പരാതി മുകളിൽ എത്തിയിരുന്നെങ്കിൽ തീർച്ചയായും സെൻകുമാർ ഈ നടന്നതിനൊക്കെയും ഉത്തരം പറയേണ്ടി വന്നേനെ. അന്ന് ജനങ്ങൾക്ക് മുന്നിൽ നാണം കെട്ടെങ്കിലും ബിജു കാണിച്ചു തരികയായിരുന്നു സെൻകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സംഘി മനസ്സുള്ള വ്യക്തിയാണെന്ന്. അദ്ദേഹത്തിൻ്റെ യാത്ര സംഘി പാളയത്തിലേക്കാണെന്ന്. വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മുന്നിൽ അത് സംഭവിച്ചു കഴിഞ്ഞു.